ഹലോ ആയിക്കോട്ടെ, എല്ലാവർക്കും കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനിന്ന് മാവേലിക്കരയിൽ നിന്ന് ഹൈദരാബാദ് വരെ പോകാൻ, അതും ട്രെയിനാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഇട്ടത് വെച്ച് നല്ല ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബട്ടൺ കൂടെ അടിച്ചിട്ട് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഹൈദരാബാദ് വരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഹൈദരാബാദ് വരെ പോകുന്ന ശബരി എക്സ്പ്രസ്സിനാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ 10:40 ആറായപ്പോഴത്തേക്കും നമ്മളിപ്പം എറണാകുളം എത്താറായി. ഈ വണ്ടി കോട്ടയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ടൗണിലേ ഉള്ളൂ. പിന്നെ സ്റ്റോപ്പ് ഇടയ്ക്കുള്ള സ്റ്റോപ്പിലൊന്നും നിർത്തത്തില്ല, അവിടെയൊന്നും സ്റ്റോപ്പില്ല നമ്മുടെ ഈ വണ്ടിക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് S4 ആണ് കേട്ടോ. S4ലാണ് നമ്മുടെ കോച്ച്. അപ്പം നമ്മളിപ്പോൾ എറണാകുളത്തിന് മുൻപായിട്ട് പിടിച്ചിട്ടേക്കോ. കാര്യം നമ്മുടെ മുന്നിൽ പരശുരാമ എക്സ്പ്രസ് ഉള്ളതുകൊണ്ട് അതിപ്പം എറണാകുളം വിട്ടതേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പിടിച്ചെടുത്തേക്കായിരുന്നു. ഇപ്പം എറണാകുളത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പം ഹൈദരാബാദ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കസിൻ ചേച്ചിക്ക് അവിടെ ജോലി ശരിയായി. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലായിട്ട് പോവാണ്. അപ്പം ട്രെയിനിലായതുകൊണ്ട് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. അപ്പം നമ്മളിപ്പോൾ വണ്ടി എടുത്തതാണ്. ഇപ്പോൾ വീണ്ടും പിടിച്ചിട്ട് ആ വണ്ടി പോയില്ലെന്ന് തോന്നുന്നു. പരശുരാമം മുന്നിലുള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഷൊർണൂർ വരെ നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി എടുത്ത് ഇപ്പോൾ ഇനി എറണാകുളം ചെന്നിട്ട് കാണാം. അങ്ങനെ കുറേ നേരം നമ്മളെ പിടിച്ചിട്ടിട്ട് ഇപ്പോഴാണ് നമ്മളെ എറണാകുളത്തോട്ട് കയറ്റുന്നത്. ഇപ്പോഴാണ് നമ്മൾ പരശുരാമം ഇവിടുന്ന് പോയത്. കുറച്ച് ഒരു 12:30 ആയപ്പോഴത്തേക്കും നമ്മളിപ്പം തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മളിപ്പം വടക്കാഞ്ചേരിയൊക്കെ കഴിഞ്ഞിപ്പം ഷൊർണൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് ഷൊർണൂർ സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് ഷൊർണൂർ ബൈപ്പാസ് കയറിയായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് ഇപ്പം എല്ലാവരും കഴിച്ചു തുടങ്ങി. ഇപ്പം ഞാനും പോയി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം നമുക്കിനി ഭാരതപ്പുഴയൊക്കെ അടുക്കാറാകുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഭാരതപ്പുഴ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഷൊർണൂർ കയറത്തില്ല, ബൈപ്പാസ് ചെയ്ത് അങ്ങ് പോകത്തേ ഉള്ളൂ, പാലക്കാട്ടോട്ട് തിരിയത്തേ ഉള്ളൂ. വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. ഇവിടെ പുതിയൊരു ട്രാക്കും കൂടെ വരുന്നത്, അതിൻ്റെ പണിയായി നടക്കുന്നതാണ്. പുതിയതായിട്ടൊരു ട്രാക്കും കൂടെ വരുന്നുണ്ട്, അതിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്.
അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് കിടക്കുന്ന ട്രാക്കാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ബൈപ്പാസ് ചെയ്ത് നേരെ പാലക്കാട്ടോട്ട് തിരിയുക. അങ്ങനെ 2:30 കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ന്യൂഡൽഹിയിലോട്ട് പോകുന്ന കേരള എക്സ്പ്രസ് ആട്ടോ കിടക്കുന്നത്. പാലക്കാട് സ്റ്റേഷനിൽ നമ്മളിപ്പോൾ വിട്ടു. ഈ മുന്നിൽ കാണുന്ന ഇതെന്തുവാണെന്നറിയാമോ? ഇതിനകത്ത് നിറച്ചും കാറാണ് കേട്ടോ. ഈ നമ്മുടെ വേറെ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിലോട്ടൊക്കെ കൊണ്ടുവരുന്ന കാർ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവരുന്നത്. കൂട്ടുകാർ നമ്മളിപ്പോൾ ഈറോഡ് എത്തിയിരിക്കുകയാണ്. ഈറോഡിൻ്റെ ഗുഡ്സ് യാർഡാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഈ ഒരു ജീവാഗൻ്റെ ലോക്കോയാണ് കേട്ടോ, ഗുഡ്സിൻ്റെ. ഇവിടെ ഒരു 6 മണിയോടൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഈറോഡ് എത്തി. എനിക്ക് ഈ ഡീസൽ ലോക്കോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലോക്കോ ആണ് കേട്ടോ ഇത്. ഈ റോഡിൻ്റെ ഇലക്ട്രിക് ലോക്കോ ഷെഡാണ് കേട്ടോ ഇത്. അപ്പോൾ കൂട്ടുകാർ നമ്മളിപ്പോൾ ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് 8:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. അവിടെ കണ്ടോ, ഇപ്പോൾ ഞാൻ കണ്ടാണ് അവിടെ നമ്മളൊരു JCB ഒക്കെ വെച്ചുകൊണ്ട് പോകുന്നത്. വേറെ സ്ഥലങ്ങൾ, വേറെ സ്റ്റേറ്റിലേക്ക് JCB ഒക്കെ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഷോറൂമിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും. വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയായിരിക്കും വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇപ്പം രാത്രിയൊക്കെ ആയതുകൊണ്ട് അധികം കാണാനൊന്നുമില്ല. അപ്പം നാളെ രാവിലെ ഒരു 6:30 ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഗുണ്ടൂർ ജംഗ്ഷനൊക്കെ അവിടെയൊക്കെ എത്തും. നാളെ രാവിലത്തെ കാഴ്ച കിട്ടും. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഗുണ്ടൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. ഇച്ചിരി താമസിച്ചാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിനുവേണ്ടി ഇപ്പം ഇത്രയും നേരം നമ്മളിവിടെ നിർത്തിയിട്ടേക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് വേണ്ടി എത്ര നേരം ഇവിടെ പിടിച്ചിട്ടെന്നോ. അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ നാത്തിക്കൂടെ ജംഗ്ഷനിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം പോലും അല്ല, അപ്പം തന്നെ വണ്ടി എടുത്ത കാര്യം നമ്മുടെ വണ്ടി നല്ല ലേറ്റാണ്. അപ്പം തന്നെ വന്ന് നിർത്തി കുറച്ച് ആളിറങ്ങി അപ്പം തന്നെ വണ്ടി എടുത്ത്.
അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളി ഡൂഡിനെ ഒന്ന് കണ്ടു കേട്ടോ. ഞാൻ പുള്ളീനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കോളജിൻ്റെ സ്റ്റുഡിയോ ഇനാഗ്രേഷൻ്റെ സമയത്ത് അവിടെ ചെന്നപ്പം പുള്ളീനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും കൂടെ ഇപ്പോൾ ഹൈദരാബാദ് പോവുമായിരുന്നു ഈ വണ്ടിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടതുമൊക്കെ സംസാരിച്ചതൊക്കെ നമുക്ക് അപ്പുറത്തെ കോച്ചിലിരിക്കൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഹലോ ബ്രോ. ഹായ്. എന്നാണ്ട് കേൾക്കാമോ? കേൾക്കാം. എൻ്റെ മൈക്ക് കേടായിപ്പോയി, അതുകൊണ്ട് ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെട്ട ഇപ്പുറത്തോട്ട് ഇരിക്കാം. അതാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെട്ടം. ഓക്കെ. എങ്ങോട്ടാണ് യാത്ര? ഇന്നത്തെ യാത്ര സത്യം പറഞ്ഞാൽ ഞാൻ ഹൈദരാബാദ് പോവാണ്. ഹൈദരാബാദ് എൻ്റെ ബ്രദറുണ്ട്, അപ്പോൾ ബ്രദറിനെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ സൈക്കോളിയൻസിൻ്റെ ഞാനിത് പറഞ്ഞായിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പരിചയപ്പെട്ടത്. അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ട്. അത് അമ്മയാണ് കേട്ടോ, അണ്ണൻ്റെ അമ്മയും. അപ്പോൾ അമ്മയച്ഛനും ഞാനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. അപ്പോൾ ചേട്ടൻ നേരെ എ സിയിലും പോയി, ഇവരെ പേടിച്ച് സ്ലീപ്പറിൽ വിട്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവനെ ഞങ്ങൾ അവിടെ സൈക്കോളിൻസിൻ്റെ നമ്മുടെ കൂട്ടുകാരുടെ ഇതുണ്ടായിരുന്നു, അപ്പോൾ അവിടെ വീഡിയോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ കണ്ടത് വളരെയധികം സന്തോഷം. ഞാനാണെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് പോകുന്ന ടൈമിലാണ് ഞാനവിടെ ഫോണിൽ ചുമ്മാ കുത്തി നല്ല പരിചയമുള്ള ആൾ താ പോകുന്നു. ആദ്യമേ എനിക്ക് കത്തില്ല, പിന്നെ മനസ്സിലായി പുള്ളി തന്നെയാണ്. അങ്ങനെ വീണ്ടും കണ്ടുകൊണ്ടാൻ പറ്റും. ഞാനപ്പോൾ ഓർത്തില്ല ആളായിരിക്കുമെന്ന്. വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും ആൾ ഇമ്പ്രൂവ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട്. താങ്ക് യു. അപ്പം വീണ്ടും കാണാം. ഉറപ്പായിട്ടും ഇനിയും കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പം ചർളപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഹൈദരാബാദാണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈദരാബാദ്. അങ്ങനെ മാവേലിക്കരയും തുടങ്ങിയ യാത്ര ഇപ്പം നമ്മൾ ഹൈദരാബാദ് വന്നിപ്പം നിൽക്കുകയാണ്. ഇനി നമുക്ക് പുറത്ത് നിന്നിട്ട് നമുക്ക് ഔട്ടർ എടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പം മാവേലിക്കരയിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഹൈദരാബാദ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2 ആണ്. കാര്യം ഇവിടുന്ന് തിരിച്ച് മാവേലിക്കരയിൽ പോകുന്നത്. അപ്പം പാർട്ട് 2 വെയിറ്റ് ചെയ്യാം. അപ്പം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.